ഇത് കേരളത്തിലെ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇത് ഒരു കഴുകൻ രാഷ്ട്രീയം കളിക്കാൻ വേണ്ടിയിട്ട് രണ്ട് കൂട്ടരും കൂടെ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. കാരണം ഛത്തീസ്ഗഡ് പോലെ വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു പ്രദേശം, അത് നക്സലൈറ്റ് ഉൾപ്പെടെയുള്ള പ്രദേശം, അവിടെ വന്ന് ഇന്നലെ പാർലമെൻറ്റിൽ ബഹളമുണ്ടാക്കുകയും ഇവിടെ വന്ന് ഒരു കഴുകൻ രാഷ്ട്രീയം കളിക്കാൻ ശ്രമിക്കുന്നത് കേരളത്തിൽ എന്താ പറയുന്നത്, ഒരു കുളം കലക്കി മീൻ പിടിക്കാൻ പോകുന്ന ഒരു രാഷ്ട്രീയക്കാരൻ്റെ ഒരു തരംതാണ രാഷ്ട്രീയമായിട്ടാണ് ഇതിനെ കാണുന്നത്. അതിന് പകരം ഈ ഒരു വിഷയത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒപ്പം ചേർന്ന് സംസ്ഥാന സർക്കാരിനോട് സംസാരിച്ച് ഈ വിഷയത്തിൽ ഒരു പരിഹാരം കാണാനല്ലേ ഇവർ നോക്കേണ്ടത്. അതിനവർ ശ്രമിക്കുന്നതിന് പകരം ഇങ്ങനൊരു രാഷ്ട്രീയം കളിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞത് വളരെ തരംതാണ രാഷ്ട്രീയമാണ്. അതുപോലെ തന്നെ കേരളത്തിൽ ക്രിസ്ത്യൻ സഭ BJP ആയിട്ട് അടുക്കുന്നു, അല്ലെങ്കിൽ ക്രിസ്മസിലും മറ്റു കേക്കോടെ കൂടി പോകുന്നു. അങ്ങനെ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ കൂടിയാണോ ഇത്തരമൊരു നീക്കത്തിന്, അല്ലെങ്കിൽ അതിനൊരു തിരിച്ചടി ആയിട്ടുണ്ടോ ഈ ഒരു സംഭവം? ഞങ്ങൾ ഇതിനെ ഒരു രാഷ്ട്രീയമായിട്ട് കാണുന്ന വ്യക്തികളല്ല. അതായത് നമ്മുടെ സമൂഹത്തിലുള്ള ബന്ധങ്ങൾ കൂടുതൽ ഊട്ടിയുറപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. അതിൻ്റെ ഭാഗമായിട്ടാണ്, അത് ഏത് സമുദായമായിക്കൊള്ളട്ടെ, അവരുടെ ഉത്സവങ്ങളിൽ പോവുക, അല്ലെങ്കിൽ അവരുടെ പെരുന്നാളിൽ പോവുക, അവരുടെ അരമനയിലേക്ക് പോവുക, കുടുംബങ്ങളിലേക്ക് പോവുക, ഇതൊക്കെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. ഇത് വളരെ നാച്ചുറലായിട്ട് സത്യസന്ധമായി ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതിനൊരു രാഷ്ട്രീയത്തിൻ്റെ കണ്ണിൽ കൂടെ കാണുന്ന ആളുകൾക്ക് മാത്രമാണ് ഇതൊക്കെ ഇങ്ങനെ തോന്നുന്നത്. അതുകൊണ്ടാണ് ഇത് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ക്രൈസ്തവർ അടുക്കുന്നു എന്ന് പറയുന്നത്, അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നരേന്ദ്രമോദിജിയുടെ അക്സെപ്റ്റബിലിറ്റി കൂടുന്നതിൻ്റെ ലക്ഷണമാണ്. അതിൽ അവർ എന്താ പറയുക, അസഹിഷ്ണുത കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനെയുള്ളവർക്കാണ് ഇതിനകത്തൊക്കെ ഇങ്ങനത്തെ ഒരു വികലമായ രാഷ്ട്രീയം കാണാൻ സാധിക്കുന്നത്, വേറൊന്നുമല്ല ഇതിനകത്ത്. ഇതിൽ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. ഒന്ന്, ഇത്രയും ഒരു FIR ഇടുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിൽ 2 FIR ഇടുന്നു, ഇങ്ങനെയുള്ള പ്രചരണം നടക്കും. എന്താണ് നിങ്ങൾ ആഭ്യന്തരമന്ത്രിയായി സംസാരിച്ചപ്പോൾ ഇത് സംബന്ധിച്ച് ലഭിക്കുന്ന വിവരം? ഞാൻ പറഞ്ഞല്ലോ, ഛത്തീസ്ഗഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ഹൈ സെക്യൂരിറ്റി റിസ്ക് ഉള്ളൊരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് തന്നെയും ഇവിടെ ഒരു പൊതുസമൂഹത്തിലൊരു സംഭവം ഉണ്ടാകുമ്പോൾ, ഇത് രഹസ്യമായി നടന്ന സംഭവമൊന്നുമല്ല, ഇത് വളരെ ഓപ്പണായിട്ട് പബ്ലിക്കിൽ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് നടക്കുന്ന സംഭവമാണ്. അപ്പോൾ അങ്ങനൊരു സംഭവം നടക്കുമ്പോൾ, അതും നേരത്തെ പറയുന്ന ഹിന്ദു സംഘടനകളൊക്കെ വരുന്നത് അതൊക്കെ അതിന് ശേഷമാണ്. ആദ്യമേ നടക്കുന്നത് ജനങ്ങളാണ് അവിടെ എന്തോ ഒരു പന്തികേടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് വരികയും റെയിൽവേ ഉദ്യോഗസ്ഥരെ വിളിക്കുകയും അവർ വന്നിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു വിഷയം വരുമ്പോൾ ഛത്തീസ്ഗഡ് പോലൊരു സ്ഥലത്ത്, അതും പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള പല നിയമങ്ങളുള്ള സ്ഥലത്ത്, സ്വാഭാവികമായിട്ടും പോലീസ് അതിൻ്റെ നിയമ നടപടികൾ എടുത്തിരിക്കും. അതിനകത്ത് യാതൊരു സംശയവുമില്ല. അപ്പോൾ ആ നടപടികളെല്ലാം ഭാരതീയ ജനതാ പാർട്ടി എന്തോ കാത്തിരുന്ന് ഇവരെ വേട്ടയാടാൻ വേണ്ടിയിട്ട് കാത്തിരുന്നത് പോലെ ചിത്രീകരിക്കുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വികലമായ രാഷ്ട്രീയം. അത് ആ പോലീസിലിരിക്കുന്നവർക്ക് കേരളത്തിൽ ഇതുപോലെ ഒരു വികലമായ രാഷ്ട്രീയം കളിക്കാൻ, അല്ലെങ്കിൽ പാർലമെൻറ്റിൽ ഇതുപോലെ രാഷ്ട്രീയം കളിക്കാൻ വേണ്ടി ഇവിടെ കുറച്ച് പേര് ഇരിപ്പുണ്ടെന്ന് റെയിൽവേ പോലീസാണ് ആദ്യമായിട്ട് FIR ഇട്ടത്. റെയിൽവേ പോലീസിൻ്റെ മനസ്സിൽ പോലും തോന്നിക്കാണത്തില്ല ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയം ഇതിനകത്തുണ്ട്, ഇങ്ങനെ കുറച്ച് പേർ ചാടി വീഴുന്നു. അവർ നിയമത്തിൻ്റെ നിയമവശമായിട്ട് മുമ്പോട്ട് പോവുകയാണ് ഈ കാര്യത്തിൽ ചെയ്തത്.